ഫ്രണ്ട്സ് ഇന്ന് വർക്കിന് പോയേട്ടാ ഫോട്ടോഗ്രാഫി വർക്ക് ഉണ്ട് കല്യാണം വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി ഏട്ടാ. അപ്പോൾ എവിടെയാണെന്ന് വെച്ചാൽ മുട്ടത്ത് ഏട്ടാ. അപ്പോൾ ഇന്നത്തെ പരിപാടി വെഡ്ഡിങ് ഫോട്ടോഗ്രാഫി മുട്ടത്ത്. ഓക്കെ, അപ്പോൾ മുട്ടത്തേക്ക് പോവുകയാണ്. ഒരു പെണ്ണിൻ്റെ കല്യാണം. അപ്പോൾ ഫസ്റ്റ് എനിക്ക് ഒന്ന് ചെറുന്ന് പോയിട്ട് പ്രവീണൻ്റെ അടുത്തേക്ക് പോകണം. പ്രവീണൻ്റെ അടുത്ത് എൻ്റെ ഒരു സാധനം ഉണ്ട്, ആ സാധനം വാങ്ങണം. ഓക്കെ, അതവിടുന്ന് വാങ്ങിയിട്ട് നമുക്ക് നേരെ പയങ്ങളിലെത്താം. പയങ്ങൾ നേരെ കല്യാണത്തിലേക്ക് പോകട്ടോ. ഓക്കെ, അപ്പോൾ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരും. കുറച്ച് കാര്യങ്ങൾ ഓക്കെ, കാണിക്കാൻ പറ്റുന്നത് കാണിക്കും. കാരണം അറിയാലോ, വർക്കിന് കയറി കഴിഞ്ഞാൽ പിന്നെ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. വർക്കിന് കയറി കഴിഞ്ഞാൽ അങ്ങനെയാണ്. പിന്നെ വ്ളോഗ് ചെയ്യാൻ മറന്നു, വീഡിയോ എടുക്കാൻ മറന്നു. ഓക്കെ, അതാ സംഭവം. വാ, സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. അവിടെ നിന്നില്ലടാ. നീല നദീ തീരത്ത് സ്വിച്ച് പൊട്ടിയല്ലേ? സ്വിച്ച് ഇങ്ങനെ പൊട്ടിപ്പോയിന്. സ്വിച്ച് പൊട്ടിയിട്ടുണ്ട്. പോവാ, മുടിയെല്ലാം ഇങ്ങനെ പൊക്കനായിക്കൊന്ന് വിടാ. അപ്പോൾ ഗോയിങ് ടു ഇത് ക്യാമറ. പുതിയ ക്യാമറ ഇറക്കിയത്. വേറെ രണ്ടെണ്ണം ഉണ്ട് അവിടെ. വിളിക്കുന്നുണ്ടല്ലോ, ആരാ നോക്കട്ടെ. വാ, ചെറുതൊന്നിൽ അതിൻ്റെ ഇടയ്ക്ക് പോകണം. അതാണ് വേറെന്താ സാധനം എടുക്കാനില്ലേ? ഒരു സാധനം എടുക്കാനുണ്ട്. ഒരു സാധനം എടുക്കാൻ മറന്നേ. വീട്ടിനുള്ളിൽ തഫിയോട് പറഞ്ഞിട്ടുണ്ട്. എപ്പം അങ്ങനെ ഇറങ്ങുമ്പോൾ എന്തെങ്കിലും മറക്കും. അതങ്ങനെയാണ്. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഇറങ്ങിയിട്ട് കുറച്ചപ്പുറം എത്തിയിട്ടെല്ലാം വീണ്ടും പോയിട്ട് എടുക്കും. ഇതിപ്പോൾ എവിടെ പോയിട്ടില്ല, വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു. അത്രേ പുറത്തെത്തിയാലും സാധനം എടുക്കാൻ പറഞ്ഞത്. തഫിയോട് പറഞ്ഞിട്ട് എനിക്ക് കയറാൻ കഴിയില്ല, എനിക്ക് ശുഭല വരണം, ഒന്ന് കയറിയിട്ട് കയറാൻ കഴിയില്ല. അപ്പോൾ ഞാൻ തഫിയോടുണ്ട്. തഫി എടുത്തിട്ട് വരും. ബാമ്പാ വരും കേട്ടോ, എടുത്തേട്ടാ. ഇനിയിപ്പോഴേ കാണൂല കേട്ടോ, ഇത് ചെയ്യുക. ഓക്കെ, ഇനി പിന്നെ കാണാം. ഞാൻ അങ്ങെത്തട്ടെ, അങ്ങെത്തിട്ട് കാണിച്ചതാ. ഓക്കെ, സമയമില്ലാത്തോണോ താറ്റ് പോവാം. മോളെ കൂടെ പോകാൻ സമയമില്ല. താറ്റ് പോയ എൻ്റെ മോനെ കോപ്പുറം ചെറുന്ന് കോപ്പുറം കുന്നനങ്ങാട്, അതായത് കോപ്പുറം ഗേറ്റ് കടന്നു. തൊട്ട് ബാക്കിൽ ഗേറ്റ് അടച്ചിട്ടുണ്ടോ? ഞാൻ കടക്കലും ഗേറ്റ് അടക്കലെല്ലാം ഒരുമിച്ച്. ഭാഗ്യം തന്നെ, അല്ലെങ്കിൽ ആടെ ഒരു കാമണിക്കൂറിലധികം പോസ്റ്റാവും. ഭാഗ്യം. നല്ല റോഡ്, നല്ല അടിപൊളി റോഡ്. എന്ത് സുഖം ഈ റോഡ് എന്നറിയാം. ഈ റോഡിലോട്ട് പോകാൻ വേണ്ടി എന്താ സുഖം മക്കളെ. പൊളി റോഡാണ് കേട്ടോ ഇത്. കണ്ടാ എന്താ സുഖം. ഹൈവേ പോലെ ഉണ്ട് ഇവിടുത്തെ റോഡ്. ഹൈവേ കണ്ടാ, നല്ല കിട്ടില്ലം പാറിയ റോഡ്. കിണ്ണം പോലത്തെ റോഡ്, കിണ്ണം പാറിയ റോഡ്. അങ്ങനെ വേട്ടെ, അടിപൊളിയല്ലേ? എല്ലായിടത്തും ഇതുപോലുള്ള റോഡ് വേണം. കാര്യം എന്ന് വെച്ചാൽ ഇത് ഞാൻ എടുത്തു പറയാൻ കാരണം എന്നറിയാം, ഇത് ഉള്ളോട്ടേക്കുള്ള റോഡാണ്. ഉൾനാടിലേക്ക്, അതായത് ടൗണല്ല, ടൗണിൽ നിന്ന് ഉള്ളിലേക്കുള്ള ഒരു റോഡാണ്. ആ റോഡ് വരും ഇങ്ങനത്തെ റോഡ് സെറ്റ്, എന്താ പറയുക, ഈ ലെവലിൽ റോഡ് അടിപൊളി റോഡാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഉള്ളേരിയയിലേക്ക് പോലും ഇങ്ങനത്തെ നല്ല റോഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയാക്കാം. നല്ല റോഡ്. കുന്നനങ്ങാട് പ്രവീണൻ്റെ വീട്ടിലേക്ക് വേണം. ഇപ്പോൾ റോഡ് സൈഡിലെ പിള്ളേരുണ്ടല്ലോ, പിള്ളേർ കളിക്കുന്നുണ്ട്. അതിന് സൈക്കിളുകൾ എടുത്തിട്ട് ചെറിയ കുഞ്ഞു പിള്ളേരെ എന്നെ കണ്ട് എന്നുള്ള ആക്കിയിട്ട് ടാറ്റാക്കുന്നത്. കുറേ കുഞ്ഞു പിള്ളേർ, ചെറിയ പിള്ളേർ. അടിപൊളി, നല്ല അടിപൊളി. ഒരു വെയിലിട്ടാണ് ഇങ്ങനെ പോകുന്നത്. എത്തി വാങ്ങട്ടെ. അയ്യോട്ടാ, സാധനം കിട്ടി. അപ്പോൾ ഇതിന് നേരെ പയങ്ങാടിയിൽ നിന്ന് ചെക്കനെടുക്കുന്നത്, അതായത് അസിസ്റ്റൻറ്റിനെ കൂട്ടുന്നത് പോകുന്നു. സൽമാനാണ് ഇന്ന്, സൽമാനെ കൂട്ടുന്നു. അസിസ്റ്റൻറ്റിനെ കൂട്ടുന്നു പോകുന്നു. നമ്മളിപ്പോൾ ടാറ്റയൊക്കെ പിള്ളേർ അവിടെ നോക്കട്ടെ. പിള്ളേർ എനിക്ക് തോന്നുന്നു എൻ്റെ കുട്ടി സബ്സ്ക്രൈബറാണ്. കുന്നനങ്ങാടുള്ള അമ്പലം ഇവിടെ ഉത്സവം ആയിട്ടില്ല. കുറച്ച് മാസങ്ങളും കൂടി ഉണ്ട് എന്നാൽ ഉത്സവം. കുറച്ച് മാസങ്ങൾ കഴിഞ്ഞാൽ ഉത്സവം. അതറിയുന്ന പിള്ളേരാട്ടാ, അതറിയുന്ന പിള്ളേരാ. കുറേ പിള്ളേർ, എനിക്കിൻ്റെ പിള്ളേർ. അങ്ങനെ നമ്മൾ ഭയങ്കര എത്തിയട്ടാ, ഭയങ്കര ചൈനാക്കളെ. ഇതാണ് പഴയ ചൈനാക്കളെ. പൂട്ടി
എന്താ ഇവിടെ ഇപ്പോൾ കൃഷിയാണ്, വാഴക്കൃഷി, അതെല്ലാം പരിപാടി. അപ്പോൾ സൽമാന് വീണ്ടും നമ്മുടെ കൂടെ. അപ്പോൾ നമ്മൾ മുട്ടത്തട്ടാ ഗേറ്റിന് കൊടുക്കണമെന്ന് അറിയില്ല, വെങ്ങാട്ടിലെത്തി. ഗേറ്റ് കുടുങ്ങിയ ഒരു കാമണിക്കൂർ. ഇവിടുത്തെ ഗേറ്റിൻ്റെ പ്രത്യേകത ഉണ്ട്, അരമണിക്കൂറിലും കിടക്കേണ്ടി വരും. 2 ട്രെയിനും 3 ട്രെയിനും പോയിട്ടൊന്നും തുടങ്ങാം. വൈകിട്ടേ ഉച്ചക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പം 3:30 മണി കേട്ടോ വൈകിട്ട്. നമുക്ക് നേരെ മംഗളപുരത്ത് നിക്കാഹ് മുട്ടത്തെ പള്ളിയിൽ നിന്നാണ്, ജുമാ മസ്ജിദ്, മുട്ടൻ ജുമാ മസ്ജിദ് എന്നാണ്. അപ്പോൾ അവിടെ ഗേറ്റ് അടിച്ചിനാ? ഇല്ല. അപ്പോൾ നോക്കി ചേട്ടാ നേരെ കല്യാണ വീട് പിടിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇന്നത്തെ പയറ്റ് നമ്മൾ മുട്ടത്താണ്. മുട്ട എന്താ പറയാ, ഗേറ്റ് അടിച്ചിട്ടാ കറക്റ്റ് ഗേറ്റിന് കുടുങ്ങി. എനിക്ക് എത്ര ടൈം പോകുമെന്നറിയില്ല. നമുക്ക് തിരക്കില്ല, നമ്മൾ 3:20 3:02 അത്രേ നമുക്ക് സമയമുണ്ട്. 3:30 3:20 4 മണിക്ക് നിസ്കാരത്തിന് ശേഷമാണ് നിൽക്കാവ്. നമ്മൾ കുഴപ്പമില്ല, അരമണിക്കൂർ എന്നുണ്ട് നമ്മളിലെത്തി. എപ്പം കുറച്ച് നേരത്തെ ഇറങ്ങി ഒരു സമാധാനം കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അധികം തിരക്കിട്ട് പോയാലോ, നിങ്ങൾ കാണല്ലേ, തിരക്കിട്ട് പോയി അമ്മാതിരി പോക്കോക്കാം. അതിൻ്റെ കുറേ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ പോയി കഴിഞ്ഞാൽ. ഒന്ന്, തിരക്കിട്ട് പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും സാധനം എടുക്കാൻ മാറും. പക്ഷെ നേരത്തെ പോയിനെങ്കിൽ എന്താ പറയുക, സമാധാനത്തിൽ നമ്മൾ എടുത്ത് വെച്ച് സെറ്റാക്കിയിട്ട് പോകുന്നെങ്കിൽ അടിപൊളിയായിട്ട് സമാധാനത്തോടെ പോകും. അതന്നെ, വേറൊന്നുമില്ല. ട്രെയിനെപ്പം പറ്റും നോക്കട്ടെ, ട്രെയിനെപ്പം വരും നോക്കട്ടെ. ഭയങ്കര സ്മെല്ല് കേട്ടാ. കക്കൂസ് ടാങ്കിയാ പോയത്, സെപ്റ്റിക് ടാങ്കി പോയ പോലെ ഉണ്ട്. ശരി, നമ്മൾ വണ്ടി ഇവിടെ കല്യാണ വീട്ടിനടുത്ത് വെച്ച്, എന്നിട്ട് കല്യാണ വീട്ടിൽ കയറിയിട്ടില്ല, നേരെ മുട്ടത്ത് പള്ളിയിലേക്ക് പോയി കേട്ടോ. നിൽക്കാതെ തുടങ്ങണത്രേ, ആയിട്ടില്ല. 4 മണിയാകുന്നത്ര തോന്നല്ലേ സൽമാനെ? എന്നാൽ കുഴപ്പമില്ല. നമ്മുടെ ചങ്ങായിമാരുടെ വീടുണ്ട് വീടല്ല. സുഖല്ലേ? ക്യാമറ ഉണ്ട്. നമ്മളെ നമ്മുടെ ചങ്ങായി അർഫാത്തിൻ്റെ വീടുണ്ട്. പിന്നെ എൻ്റെ കസിൻ്റെ വീടുണ്ട് അങ്ങവിടെ എല്ലാം നമ്മളറിയുന്ന തന്നെ. പണ്ട് ഈ ഭാഗത്ത് എത്ര വർക്ക് ചെയ്തെന്ന് അറിയാൻ, പണ്ടേ വരുന്ന സ്ഥലമാണ് ഫോട്ടോഗ്രാഫി. നമ്മൾ മുട്ടത്ത് പള്ളിന് മുമ്പിൽ എത്തിയല്ല, ജുമാസിന് മുമ്പിൽ. ഇതാ മുട്ടം ജുമാ മസ്ജിദ്. അപ്പോൾ നിൽക്കാതെ തുടങ്ങിയിട്ടില്ല. കുറച്ച് സ്നാപ്പ്, കുറച്ച് ക്ലിക്ക്. ഓക്കെ, അതിൻ്റെ നമുക്ക് നേരെ കല്യാണ വീട്ടിലേക്ക് പോവാം. ഇനി തിരക്കായിരിക്കോട്ടെ, ഇനി ഇപ്പോഴേ കാണില്ല അമ്മ. ഇനി രാത്രി ഫുഡ് കഴിക്കുമ്പോൾ ഞാൻ വരാട്ടാ. നല്ല ബിരിയാണി ബാങ്ക് കൊടുക്കാം. ചായ, കട്ടൻ ചായ, ബ്ലാക്ക് ടീ. എന്ത് സൽമാൻ എന്തോ പറയുന്നുണ്ട്. സൽമാൻ എന്തരാ? സൽമാൻ്റെ ചങ്ങായി മാറാന്നത് ബാടാ. അച്ചക്കനുണ്ട് തന്നെ, ഈ അച്ചക്കനുണ്ടല്ലോ, ഓൻ എന്നോട് പറയുന്നത് നിങ്ങൾ മറ്റേ വീഡിയോ ചെയ്യുന്ന ആളാണോ, സംശയമുണ്ട്. എന്തിനാ എനിക്ക് സംശയം? ഇങ്ങോട്ട് വേടാ. അതിനാണേ ഇല്ലാടെ ഇതൊന്നും ഇടൂലടാ. ചായ കാണിച്ചു തരാം. അപ്പോൾ കല്യാണ ചെക്കൻ പോയി കേട്ടോ. കല്യാണ ചെക്കൻ വന്ന് ചടങ്ങെല്ലാം കഴിഞ്ഞ് ബെഡ്റൂമിൽ നിന്ന് ചടങ്ങെല്ലാം കഴിഞ്ഞ് പോയി. സൽമാനെ സൽമാൻ ഒരേ ചായ എഴുതിയതാ. ഇതെന്ത് ചായടാ? പൈനാപ്പിൾ ആണല്ലേ? ഓനെ കാണിക്കേണ്ട പോലും. കാണിക്കേണ്ട നമ്മൾ എന്തായാലും കാണിക്കും അല്ല. പലതരം ചായകൾ. ഇവ 2 ചായൻ്റെ അടിക്കുന്ന ആൾക്കാർ. ഇത് നമ്മളെ കാതർച്ച ചായ അങ്ങനെ അടക്കില്ല. ലോക്ക് ഇപ്പൊ മാറ്റിയതേ ഉള്ളൂ. അങ്ങനെ അടച്ചിട്ടാ ലോക്ക് പോയത്. അത് കൈ വെച്ചിട്ട് ഇതാക്കണം. പിന്നെ കഴിഞ്ഞട്ടാ വർക്ക് ചെയ്യുന്ന ഇപ്പൊ 11 മണി, രാത്രി 11 മണി. ഓക്കെ, എടാ സാധനം വെച്ചില്ലേ? ബാഗല്ലിൽ വെച്ചിട്ടുണ്ട്, വണ്ടിയിൽ വെച്ച്, വണ്ടീൻ്റെ അടുത്തല്ലേ. അപ്പോൾ കല്യാണമെല്ലാം കഴിഞ്ഞ് തലേന്ന് നാളെ രാവിലെ വരണം. നാളെ രാവിലെ 10 മണിക്ക്. ഫുൾ തിരക്കായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ. പിന്നെ ഫുള്ള് ഫോട്ടോഷൂട്ടിൻ്റെ തിരക്കായിരുന്നു. അതുകൊണ്ട് പിന്നെ ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ഇവിടുന്ന് പോവാട്ടോ.
ഓക്കെ, ഒന്ന് പാട്ട് വെച്ചിനി കേൾക്കുന്നുണ്ടാവും. ഓക്കെ എന്നാ.